ഏറ്റവും എളുപ്പത്തിൽ സേ എക്സാമിന്റെ തിയറി ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ സേ എക്സാമിന് ചോദിക്കാൻ പോകുന്ന മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ക്വസ്റ്റൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകത ഉണ്ട്, ഇവിടെ ഞാൻ ക്വസ്റ്റൻസ് മാത്രമേ തരുന്നുള്ളൂ. അപ്പൊ സാറേ ഇതിന് ആൻസർ എവിടെ കിട്ടുക? നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് എന്ത് ചെയ്യും, ഇതിന്റെ എല്ലാത്തിനെയും ആൻസേഴ്സ് PDF ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ത് ചെയ്യും വരും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. മോറോവർ ആ കമ്മ്യൂണിറ്റി ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എത്തിച്ചു കൊടുക്കാം. മോറോവർ ഇനി സാറേ ഞാൻ ഇന്ന് ജോയിൻ ചെയ്തിട്ട് ഞാൻ നാളെ മറ്റൊരു ദിവസമാണ് ഇതിന്റെ വീഡിയോ വേണ്ടത്. സോ നിങ്ങൾ കമ്മ്യൂണിറ്റി അഡ്മിൻ ഉണ്ടാകും. സോ അഡ്മിൻ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇതിന്റെ PDFും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. സോ ഒന്നാമത്തെ, എല്ലാ വർഷവും നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാം ആവട്ടെ, കഴിഞ്ഞ വർഷത്തെ സേ എക്സാം ആവട്ടെ, അവിടെയൊക്കെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ, എന്താ മക്കളെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ്, എന്താ ഇനി നിങ്ങൾ എന്താ പറയുക, ഡിസൊല്യൂഷൻ ഓഫ് എന്ത് തമ്മിൽ, ഫേം ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മിക്ക ഫൈനൽ എക്സാമിനും നിങ്ങളുടെ 3 മാർക്കിനും 4, 5 മാർക്കിന് വരെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇപ്പം അതിന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരൊറ്റ ചോദ്യ പേപ്പർ ഇന്ന് വരെ വന്നിട്ടില്ല. മോസ്റ്റ്ലി 90% ഈ വരുന്ന സേ എക്സാമിന് ഈ ഒരു ചോദ്യം ചെയ്യും നിങ്ങൾ കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ മറക്കാതെ നിങ്ങൾ ചെയ്യാം. ഓക്കെ അല്ലേ? രണ്ടാമതും വളരെ ഈ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലെ ഡീഡില്ലേ. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ PDF എന്ത് ചെയ്യും, അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതോടൊപ്പം തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിലെ കണ്ടന്റ് ഉണ്ടാവും. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, പാർട്ട്നേഴ്സിന്റെ പേര്, ബിസിനസിന്റെ പേര്, പാർട്ട്നേഴ്സിന്റെ അഡ്രസ്, ബിസിനസിന്റെ അഡ്രസ്, എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്നത്, ഓരോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ, ഓരോ പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓരോ പാർട്ട്നേഴ്സിന്റെ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെ ഇവിടെ ഉണ്ടാകും, ഈ കണ്ടന്റിൽ ഉണ്ടാകും, ഈ ഡീഡിൽ ഉണ്ടാകും. അപ്പൊ ഡീഡിന്റെ കണ്ടന്റ് ഏതാന്ന് ചോദിച്ചാൽ 2, 3, 4 എത്ര ക്വസ്റ്റ്യൻസ് എത്ര ചോദിക്കുന്നത് അത്ര എന്ത് നിങ്ങൾ എഴുതുക. ഇനി ഇതേപോലെ ഈ ഡീഡ് ഇല്ലെങ്കിൽ, ഇഫ് ഡീഡ് ഇല്ല എങ്കിൽ അതിന്റെ പാർട്ട്ണർഷിപ്പിന്റെ പ്രൊവിഷൻസ് ഉണ്ട്. എന്താ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ, ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര ശതമാനമാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, പിന്നെന്താ ഉള്ളത്, പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സോ ആ കാര്യങ്ങൾ നോക്കി എന്താ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ, ഡീഡ് ഇല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണ്ട, സാലറി കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണ്ട, പ്രോഫിറ്റ് ഷെയറിംഗ് എങ്ങനെ എല്ലാവർക്കും തുല്യമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ, അത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോ പാർട്ട്നേഴ്സിനും 6% വീതം കൊടുക്കണം. ഇതാണ് ഇതിന്റെ പ്രൊവിഷൻസ്. ഈ പ്രൊവിഷൻസ് മിക്കവാറും ഒന്നെങ്കിൽ 2 മാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ 3 മാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, അതിൽ ഈ പ്രൊവിഷൻ ചോദിക്കും. ചിലപ്പോൾ മാച്ച് ചെയ്ത ഫോളോയിങ് ആയിട്ട് വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യും, ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാം. പിന്നെ നമ്മുടെ പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ട് 2 കാര്യങ്ങൾ, 2 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എന്താ അറിയും, അഡ്മിഷൻ അറിയില്ല, ഒരു പാർട്ട്ണറെ പുതുതായിട്ട് ബിസിനസ്സിൽ അഡ്മിഷൻ അല്ലേ. അപ്പൊ അഡ്മിഷൻ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട്, എന്താ മക്കളെ, റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സുകളാണ് ചെയ്യേണ്ടത്. ഈ 2ലും കോമൺ ആയിട്ടുള്ള കുറെ അഡ്ജസ്റ്റ്മെന്റ്. ഒന്നെന്താ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം, സാക്രിഫൈസിംഗ് അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ. സാക്രിഫൈസിംഗ് എവിടെ കണ്ടത്, അഡ്മിഷനിൽ സാക്രിഫൈസിംഗ് റേഷ്യോ കാണണം, റിട്ടയർമെന്റിൽ ഗെയിനിങ് റേഷ്യോ കാണണം. പിന്നെ എന്താ ഉള്ളത്, അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂഷൻ, അസറ്റിന്റെ വാല്യൂ ലയബിലിറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യണം, റീവാല്യൂ ചെയ്യണം. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്, നമ്മുടെ ബിസിനസ്സിൽ ഓൾറെഡി പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണം, ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. സോ ഇങ്ങനത്തെ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക, അതെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അടുത്തത് എന്താ, ഡിസൊല്യൂഷൻ ഇല്ലേ, അഥവാ ലാസ്റ്റത്തെ ഡിസൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ജേണൽ എൻട്രീസ് ഉണ്ട് നമുക്കളെ. അതിന്റെ ജേണൽ എൻട്രീസ് അതെന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. അടുത്തത് എന്താ, ഗെയിനിങ് റേഷ്യോ എന്താണ്, സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണ്, ന്യൂ റേഷ്യോ എന്താ. ഇതൊരു 1 മാർക്കെങ്കിലും ചോദിക്കാതിരിക്കില്ല. ഇത് 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, മിനിമം 1 മാർക്കിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 1/2 മാർക്കെങ്കിലും കിട്ടും. സോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നോട്ട്സിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ അല്ലേ, സെറ്റ്. അടുത്തെന്താ, എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കല്ലേ എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്, എന്താ റീകോൺസ്റ്റിറ്റ്യൂഷൻ, പാർട്ട്ണർഷിപ്പിന്റെ പുനഃസംഘടന, അഡ്മിഷനോ റിട്ടയർമെന്റോ ഒക്കെ സംഭവിക്കുമെന്നുണ്ടാകും, റീകോൺസ്റ്റിറ്റ്യൂഷൻ ആകും. അപ്പൊ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ എന്താണെന്ന് ചെയ്യാം, നിങ്ങൾ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യം, പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ്. എന്താ മക്കളെ, പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. ഗുഡ്വിൽ ഇല്ലേ, ഈ ഗുഡ്വിൽ എന്താണ്, ആ ഗുഡ്വില്ലിന്റെ ഫാക്ടേഴ്സ്, ഗുഡ്വില്ലിനെ അഫക്ട് എന്തൊക്കെയാണ്, ഗുഡ്വില്ലിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, എപ്പോഴാണ് ഗുഡ്വിൽ
കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട നീഡ് എപ്പോഴൊക്കെയാണ് വരിക എന്നുള്ള കാര്യങ്ങൾ. എന്താ ഗുഡ് വിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എപ്പോഴൊക്കെയാണ് ഗുഡ് വിൽ എന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. ഈ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏതൊക്കെ മെത്തേഡ് ഉണ്ട്? 3 മെത്തേഡ് ഉണ്ടല്ലോ. അത് 4 ഉണ്ട്, പക്ഷെ 3 അതിലൊന്ന് വെയിറ്റഡും സിമ്പിൾ ആവറേജ് ഉണ്ട്. അപ്പൊ ആ 4 മെത്തേഡ് ഏതാ ജസ്റ്റ് പഠിച്ചു നോക്കുക. കാരണം ചിലപ്പോൾ ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ട് തിയറിറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അവസാനമായി ഏറ്റവും ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇത് ഇമ്പോർട്ടന്റ് തന്നെയാണ്, എന്നിരുന്നാലും എന്ത് ചെയ്യും, ഞാൻ ലാസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ അവസാനത്തെ ചോദ്യം? ഡിസൊല്യൂഷന്റെ ഡിഫറെന്റ് ടൈപ്സ്. എന്താ മക്കളെ? ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെ? ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, കമ്പൽസറി ഡിസൊല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. മോർ ഓവർ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഉണ്ട്, അതിന് വ്യത്യസ്ത വഴികളുണ്ട്. ആ വഴികൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ എക്സാമിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 25+ മാർക്ക് വാങ്ങാൻ പറ്റും. ബിറ്റ് വെച്ച് പോകണം, നിങ്ങൾ പഠിച്ചു പോയി. സമയമുണ്ടല്ലോ. എന്താ ഡേറ്റ്? എന്താ 12-ാം തീയതി ആയിട്ടുള്ളൂ, 13 ആയിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് എക്സാമിലേക്ക് 10 ദിവസത്തിലധികം സമയമുണ്ട്. ഒരു 2 ദിവസം നിങ്ങൾ ഒരു സബ്ജക്റ്റിന് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 അല്ല, ചില കുട്ടികളൊക്കെ അല്ലേ 3-4 സബ്ജക്ട്സ് ഫെയിൽ ഉണ്ടാവുക. സോ 2 കുട്ടികളല്ലേ, 2 സബ്ജക്ട് ആവറേജ് ആയിട്ട് എല്ലാവരും ഫെയിൽ ആവുക. അപ്പം ഒരു സബ്ജക്റ്റിന് 5 ദിവസം സമയമുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു പോകാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ച് സെറ്റ് ആക്കുക. അപ്പം മറക്കണ്ട, കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ ഒക്കെ എന്ത് ചെയ്യുക? അവിടെ നിന്ന് കളക്ട് ചെയ്യാം മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. പിന്നെ ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ, ഇതിലെ ഈ ഒരു ക്വസ്റ്റ്യൻസുകളൊന്നും വന്നില്ല, അഥവാ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വരും എന്നല്ല പറഞ്ഞത്, ഇതായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു 15 മാർക്കിൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ വന്നോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്.